ഹായ് ഗായ്സ്, വെൽക്കം ടു ന്യൂട്രി ബേബി കിച്ചൻ. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു കൂന്തൽ ബിരിയാണിയാണ് ഉണ്ടാക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കൂന്തൽ ബിരിയാണി. ആദ്യം തന്നെ നമുക്ക് അരി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം നല്ല വെള്ളത്തിൽ. അതിനുവേണ്ടി അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നല്ല വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം. അരി അങ്ങനെ കുതിരാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഞാൻ കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായി. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, തക്കാളി, സബോള, മല്ലിയില, പുതിനൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 3 സബോളയും ഒരു 2.5 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. സബോള നന്നായി തൊലി കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കാം. തൊലി കളഞ്ഞ സബോള നമുക്ക് നന്നായി കഴുകിയിട്ട് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. അതുപോലെ തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായി നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ ശേഷം നമുക്ക് മല്ലിയിലയും പുതിനയും ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതും ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതും നമ്മളിവിടെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഒരു പാൻ എടുത്ത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി പാത്രം നന്നായി ചൂടായ ശേഷം നമുക്ക് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പെരുംജീരകം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ സബോള ഇട്ട് കൊടുക്കാം. സബോള നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒരു 2 സെക്കൻഡ് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സബോള നന്നായി പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം നന്നായി മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ സബോള നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം മൂടി വെച്ച് നമുക്ക് അതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ആ സമയം നമുക്ക് കൂന്തൽ അടുപ്പത്ത് വെച്ച് വേവിക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച കൂന്തലെടുത്ത് നന്നായി ഒന്ന് കഴുകിയ ശേഷം നമുക്കത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കൂന്തലൂടെ നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്ക് ഗ്യാസ് കുറച്ച് നേരം ഓഫ് ചെയ്തിടാം. എയർ പോകാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ അധികം മസാല ഒന്നും ആഡ് ചെയ്യണില്ല. കുറച്ച് വേപ്പില കഴുകി വൃത്തിയാക്കിയത് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ മസാലക്കുത്തൊക്കെ പോണ വരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളെ ഗ്രേവി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി കൂന്തൽ വേവിച്ചത് കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ആ കൂന്തലിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെയും കുറച്ച് നേരം തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഗ്രേവിയിലത്തെ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റാകുമ്പോഴത്തേന് നമുക്ക് ചോറ് റെഡിയാക്കാം. അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ ഗ്രേവി ഇവിടെ സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇനി അത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കത് മൂടി വയ്ക്കാം. നമ്മളെ റൈസ് ഒന്ന് കുക്കായി വരുന്നവരെ അതവിടെ സൈഡിലിരുന്നോട്ടെ. അപ്പോൾ നമ്മളെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതൊരു അരിപ്പ പാത്രത്തിലോട്ടിട്ട് നമുക്ക് അതിലത്തെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചോറ് ദമ്മിടാൻ വേണ്ടി നോക്കാം. ദമ്മിടാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാ സൈഡിലോട്ട് നെയ്യൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചോറ് കുറച്ചായിട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പകുതി റൈസ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ കേട്ടോ. അതിൽ കുറച്ച് RKG, ഒരു 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗ്രേവി ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ സ്റ്റെപ്പിൻ്റെ കണ്ടിന്യൂ ചെയ്യുക. ബാക്കി റൈസ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോറ് ദമ്മിടാം. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള കൂന്തൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഇടുക. പിന്നെ നമ്മളെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. So thanks for watching my video.